ഓണത്തിരക്കിലാണ് നാടും നഗരവും. സംസ്ഥാന ടൂറിസം വകുപ്പിന്റെ ഓണം വാരാഘോഷത്തിന് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. ദീപാലങ്കാരവും കലാവിരുന്നുമായി തലസ്ഥാനവാസികൾക്ക് ഇനി ആഘോഷത്തിന്റെ രാവുകളാണ്. സലാം പി ഹൈദ്രോസ് ചേരുകയാണ് ആഘോഷക്കാഴ്ചകളുടെ വിവരങ്ങളുമായി. സലാം. അനൂപ്, കനകക്കുന്നിലാണ് ഞാൻ ഇപ്പോഴുള്ളത്. കളർഫുൾ ഓണത്തിന്റെ വലിയൊരു വൈബാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും. ഈ കനകക്കുന്നും നിശാഗന്ധി പരിസരവും എല്ലാം തന്നെ 100 കണക്കിന് ജനങ്ങളെ കൊണ്ട് നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കൊച്ചു കുട്ടികളുണ്ട്, അമ്മൂമാരുണ്ട്, പുതിയ തലമുറകളുണ്ട്. എല്ലാം തന്നെ ഇവിടെ പാട്ടും ചിരിയും കളിയും എല്ലാമായി വലിയൊരു വൈബാണ് ഇവിടെ നടക്കുന്നത്. There once was a ship that put to sea. The name of the ship was the Billy of Tea. When flew up the board it down. നിശാഗന്ധിയിൽ സംസ്ഥാനതല ഓണം വാരാഘോഷത്തിന്റെ ഉദ്ഘാടന ചടങ്ങ് നടന്നു. മുഖ്യമന്ത്രിയായിരുന്നു ഉദ്ഘാടനം നിർവഹിച്ചത്. ഇനി വരുന്ന ഒരാഴ്ച തിരുവനന്തപുരം നഗരവാസികളെ കാത്തിരിക്കുന്നത് വിവിധ ഇനങ്ങളിലുള്ള കലാപരിപാടികളാണ്. ഏകദേശം 33 സ്റ്റേജുകളാണ് ഇതിനായി തയ്യാറാക്കിയിരിക്കുന്നത്. 10,000-ഓളം കലാകാരന്മാർ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. ഇന്നത്തെ ഉദ്ഘാടന ചടങ്ങിലെ പ്രധാനപ്പെട്ട പ്രത്യേകത 2 പ്രമുഖ സിനിമാ താരങ്ങളുടെ സാന്നിധ്യമായിരുന്നു. മലയാളികൾ ഏറെ നെഞ്ചേറ്റുന്ന നടനും സംവിധായകനുമായ ബേസിൽ ജോസഫും തമിഴകത്തിന്റെ സൂപ്പർ താരം ജയം രവിയുമായിരുന്നു ഇന്നത്തെ മുഖ്യാതിഥികൾ. തിരുവനന്തപുരത്ത് മാത്രമല്ല മറ്റ് ജില്ലാ ആസ്ഥാനങ്ങളിലും ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഓണം വാരാഘോഷ പരിപാടികൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇവിടെല്ലാം തന്നെ പ്രമുഖരായ കലാകാരന്മാരും കലാകാരികളും വിവിധ പരിപാടികൾ അവതരിപ്പിക്കും. ഓണം അടിപൊളിയാണ്. എട്ടാമത്തെ പോലെ സ്പെഷ്യലാണ് ഓണം. കനക്കൊന്നില്ലാണ്ട് ഓണം ഇല്ല. ക്രൗഡും ആൾക്കാരും എല്ലാരും ഒരുമിച്ച് കാണാൻ പറ്റും. നല്ല രസമാണ് ലൈറ്റൊക്കെ ഇടുമ്പോഴത്തേക്കും. ഒപ്പം തന്നെ ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ഓണാഘോഷങ്ങൾക്ക് രാഷ്ട്രീയമില്ല, മതമില്ല, മറ്റ് യാതൊരുവിധ വേർതിരിവുകളുമില്ല. ഇന്ന് മുഖ്യമന്ത്രിയുടെ ഓണവിരുന്നുണ്ടായിരുന്നു. ഇവിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രമുഖ രാഷ്ട്രീയ നേതാക്കളെല്ലാം തന്നെ ഓണവിരുന്നിൽ പങ്കെടുക്കുകയുണ്ടായി. ഏതായാലും ഇനിയുള്ള നാളുകൾ ആഘോഷത്തിനാണ്. ഓണം കളറാകട്ടെ. നമുക്കെല്ലാവർക്കും ഓണം അടിച്ചുപൊളിക്കാം. അനൂപ്.